നമസ്കാരം, ഏവർക്കും സ്വാഗതം. ഞാനിന്ന് വിഷ്ണുവായനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തോട് പറയുകയാണ്. കൊണ്ട് നടക്കുന്ന ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്വാമിയുടെ അടുത്ത് പോയി നമ്മൾ സ്വാമിയുടെ എന്തെങ്കിലും തകിടോ കാര്യങ്ങളോ മേടിച്ച് ഏതെങ്കിലും അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചു നമ്മളെ വീട്ടിൽ പൂജയും കാര്യങ്ങളും നടത്താണ്. അവരെന്ത് പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല, ആ പറയുന്ന രീതിയിൽ കൊണ്ടു കിടക്കുക. പക്ഷേ നമ്മൾ അതിൻ്റെ ഒപ്പം ബീഫോ സാധനങ്ങളോ ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളതിൻ്റെ കൃത്യമായിട്ട് എന്തെങ്കിലും ജപോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേമാതിരി കൊണ്ട് നടക്കണം. അത് രണ്ടാമത്തെ കാര്യം. ആ കൊണ്ട് നടക്കുമ്പോൾ ശുദ്ധവും വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേദ്യാദി കർമ്മങ്ങൾ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേദ്യാദി കർമ്മങ്ങളും കാര്യങ്ങളും കൊണ്ട് നടക്കുക. പലയിടത്തും പോയി കഴിഞ്ഞിട്ട് അതൊന്നും വേണ്ട, ചെയ്യണ്ട, വെറുതെ വെച്ചാൽ മതി എന്ന് പലയിടത്തും പറയാനുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലൊരാളെ നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളൊരു പണിക്ക് ഒരാളെ വിളിച്ചുകൊണ്ട് ആ ആളെ കൊണ്ടുവന്ന് വീട്ടിലിരുത്തിക്കൊണ്ട് പട്ടിണിക്ക് ഇട്ടുകൊണ്ട് പണിയെടുക്കടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാരെങ്കിലും ചെയ്യുമോ? ഒരിക്കലും. സ്വാമി നമ്മുടെ ദാസനല്ല, നമ്മൾ സ്വാമിയുടെ ദാസനാണ്. അത് നിങ്ങളാദ്യം മനസ്സിലാക്കുക കേട്ടോ. സ്വാമി ഒരിക്കലും നമ്മുടെ ദാസനായിട്ട് വന്നേക്കണമല്ല, നമ്മുടെ അപേക്ഷ കണ്ടിട്ട് നമ്മളെ സഹായിക്കാൻ വന്നാണ്. ആ അപേക്ഷ കണ്ട് നമ്മളെ സഹായിക്കാൻ വരുന്ന സ്വാമീനെ നമ്മൾ നേദ്യാദി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ എങ്ങനെയാണ്, നമ്മളെ ഇല വെച്ച് ചോറ് വിളമ്പി അതേമാതിരി നോക്കും. അതേമാതിരിയാണ് സ്വാമിനെ നോക്കേണ്ടത്. അത്രയേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേമാതിരി കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്ക്, ആ സാധനം വേണ്ട, കാര്യം നടന്നു കഴിഞ്ഞിട്ട് അതല്ല. നമ്മളിപ്പോൾ ഒരു കാര്യം നടന്നു എന്നുള്ളത് ഓക്കെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടാവും, അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. ആ സ്വാമി വിചാരിച്ചാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സ്വാമിനെ കൊണ്ട് നടക്കുമ്പോൾ കുളിച്ച് ശുദ്ധമായിട്ട് വിളക്ക് കത്തിച്ച് നേദ്യാദി കർമ്മങ്ങളും, എവിടെ നിന്നാണ് യന്ത്രവും കാര്യങ്ങളും മേടിച്ചത് അതിൽ സ്വാമി ഉണ്ടെങ്കിൽ എന്തായാലും നേദ്യാദി കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മന്ത്രവും കാര്യങ്ങളും തന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിരിക്കും. അതേമാതിരി കൃത്യമായിട്ട് ചെയ്യുക. ജപാദി കാര്യങ്ങളും കൊണ്ട് നടക്കുക. എത്ര വട്ടം പറയുന്നു എന്നുള്ളത് ഞാൻ പറയുന്നില്ല, അത് അവർ പറഞ്ഞു തരും. അതേമാതിരി ജപവും കാര്യങ്ങളും കൃത്യമായിട്ട് കൊണ്ടു നടക്കുക. മന്ത്രമില്ലാതെ വെറുതെ പോയിട്ട് എങ്ങും പോയി മേടിച്ചുകൊണ്ട് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആ മന്ത്രം ജപിക്കാൻ 10 പേര് ജപിക്കണ മന്ത്രം തന്നെ നിങ്ങൾ ജപിച്ചിട്ട് വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ നിങ്ങൾക്കായിട്ടൊരു മന്ത്രം തരാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഓരോ ഉപാസകരെയും തിരിച്ചറിയാൻ പറ്റുന്ന സ്വാമിക്ക് ഓരോ രീതിയിലാണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും പല മന്ത്രങ്ങളും ജപിക്കും, അതിൻ്റെ ഒപ്പം എല്ലാവരും ജപിക്കണ മന്ത്രം ജപിക്കും, അതിന് വല്ല ഗുണമുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്ന ആളല്ല. മര്യാദയ്ക്ക് കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. പക്ഷേ മര്യാദയ്ക്ക് കൊണ്ടു നടക്കുന്നവർക്ക് പോലും എല്ലാവർക്കും കൊടുക്കുന്ന മന്ത്രം കിട്ടുമ്പോൾ അതിൻ്റെ ഗുണമൊന്നുമില്ല. ഇതാണ് കലിയുഗം എന്ന് പറയുന്നത്. ഇത് കലിയുഗം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ അർത്ഥമാണ്. കലിയാണ് കിടന്ന് തുള്ളുന്നത്. മര്യാദയ്ക്ക് കൊണ്ടു നടക്കുന്നവനോ അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവനോ, അവൻ്റെ ബിസിനസ് പരമായിട്ട് വല്ല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവനെ കിടന്ന് ഓടൽ മാത്രമേ ഉള്ളൂ. അവിടെ പോയി കുറേ വഴിപാടൊക്കെ ചെയ്യും, 2 ദിവസത്തേക്ക് നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ അവൻ്റെ കാര്യം നോക്കണ്ട. പിന്നെ അതോടെ കഴിഞ്ഞ അവൻ്റെ പരിപാടി. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം വരുമ്പോൾ പിന്നെ അവൻ പോവാണ്. എന്താണത്? അത് തന്നെയാണ് കലിയുഗം എന്ന് പറയുന്നത്. ഒന്നിനും കലിയുഗത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രങ്ങളോ മറ്റേ ഹോമങ്ങളോ കൊണ്ടോ ഒരു കാര്യമില്ല. ജപം കൊണ്ടാണ് പ്രാധാന്യം. ജപം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രം നമ്മളത് ജപിക്കുക, അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാറ്റം വരും. പക്ഷേ മന്ത്രജപം വേണം. ആ മന്ത്രം ഗുരുവിൻ്റെ അടുത്തുനിന്ന് യഥാശക്തി മര്യാദയ്ക്ക് പോയി മേടിക്കുക. സ്വാമി വിഷ്ണുവായ എല്ലാവരും എനിക്ക്